ഇന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് 2 മണിക്കൂറിനുള്ളിൽ നല്ല കട്ട തൈര് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ഞാനിവിടെ ഒരു സോസ് പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ തൈര് വേണ്ടത് അത്രയ്ക്കും വേണ്ട പാൽ ഇതിലേക്ക് ചേർക്കാം. ഇവിടെ ഞാൻ 2 കപ്പ് പാലാണ് ചേർക്കുന്നത്, ഏകദേശം 1/2 ലിറ്റർ പാല്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ 1/2 ലിറ്റർ പാലിന് 2 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടണം. നല്ല കട്ട തൈര് കിട്ടാനായിട്ട് ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള തൈര് തന്നെ എടുക്കണം. അപ്പോഴായിരിക്കും നമുക്ക് ഒഴിച്ച് കഴിയുമ്പോഴും അതേപോലെ തിക്നെസ്സിലുള്ള തൈര് കിട്ടുന്നത്. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടോടുകൂടി തൈര് ഇതിലേക്ക് ചേർത്ത് ഒഴിക്കരുത്. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് നമുക്ക് ഇതിലേക്ക് ഉടച്ചു വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ തൈരും പാല് ഒരു ഇളം ചൂടോട് കൂടി ഇതിലേക്ക് ചേർക്കാം. ഒത്തിരി ചൂട് കൂടാനും പാടില്ല, എന്നാൽ തീരെ കുറഞ്ഞു പോകാനും പാടില്ല. ആദ്യം കുറച്ച് പാല് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒഴിക്കാനുള്ള പാലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പ്രഷർ കുക്കറിലാണ് ഈ ഒരു തൈര് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു പ്രഷർ കുക്കറിലേക്ക് 3 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്കൊരു സ്റ്റീൽ റിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചിട്ടുള്ള പാല് കൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് മൂടി വെക്കണമെന്ന് നിർബന്ധമില്ല. ഒരു പ്ലേറ്റ് വെച്ച് മൂടി വെച്ച് പ്രഷർ കുക്കർ ക്ലോസ് ചെയ്ത് വിസിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഇല്ലാത്തൊരു ബർണറിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ വാമായിട്ടുള്ള ഏത് പ്ലേസിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്രഷർ കുക്കർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഏകദേശം 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ തൈര് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, നല്ല കട്ട തൈരാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു തൈര് നമുക്ക് ഇൻസ്റ്റൻറ്റ് പോട്ടിലും അതുപോലെ കാസറോളിലും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല വാമായിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ തന്നെ കട്ട തൈരായിട്ട് നമുക്ക് കിട്ടും. തണുപ്പുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു 2 മണിക്കൂറിനുള്ളിൽ തൈര് സെറ്റായില്ല എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ആ വെള്ളം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം വീണ്ടും ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. വീണ്ടും അടുത്ത 1 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് നല്ല കട്ട തൈര് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.